വെൽക്കം ടു കുട്ടീസ് മാജിക് സ്റ്റോറി. ഉയർന്ന മരങ്ങൾ, തണുത്ത കാറ്റ്, മധുരമായ പക്ഷിപ്പാട്ടുകൾ ഇവയൊക്കെയായി ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. ആ കാടിൻ്റെ പേര് ആദരവിൻ്റെ കാട്. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിലും എല്ലാവർക്കും ശരിയായ ആദരം കിട്ടുന്നുണ്ടോ എന്നത് ചിലർക്ക് സംശയമായിരുന്നു. ആ കാട്ടിൽ ഒരു വലിയ ആന ജീവിച്ചു. അവൻ്റെ പേര് യാകാഷ്. വളരെ ശക്തനായിരുന്നു, എന്നാൽ അവൻ്റെ ഹൃദയം അതിലും വലുതായിരുന്നു. യാകാഷ് ഒരൊറ്റ കാര്യത്തിൽ ഉറച്ച വിശ്വാസം പുലർത്തി: ചെറുതായാലും വലുതായാലും എല്ലാ ജീവികളും ആദരവിന് അർഹരാണ്. ഒരു ദിവസം യാകാഷ് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ എലി വഴി കടക്കാൻ ശ്രമിച്ചു. ചില മൃഗങ്ങൾ ചിരിച്ചു. ഇത്ര ചെറിയ ജീവിക്കായി നിൽക്കണോ? യാകാഷ് പുഞ്ചിരിച്ചു പറഞ്ഞു: ജീവൻ ചെറിയതായാലും അത് വിലപ്പെട്ടതാണ്. എലി സന്തോഷത്തോടെ ഓടിപ്പോയി. ഒരു ചെറിയ പക്ഷി മരത്തിന്മേൽ നിന്ന് ശബ്ദമുണ്ടാക്കി. ചിലർ പറഞ്ഞു: ഇത്ര ചെറിയ ശബ്ദമെന്തിന്? യാകാഷ് പറഞ്ഞു: ചിലപ്പോൾ ചെറിയ ശബ്ദമാണ് വലിയ അപകടം മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു കുറുക്കൻ ചെറിയ മൃഗങ്ങളെ പരിഹസിക്കാറുണ്ടായിരുന്നു. യാകാഷ് ശാന്തമായി ചോദിച്ചു: നീ എന്തിനു മറ്റുള്ളവരെ അപമാനിക്കുന്നു? കുറുക്കന് തന്റെ തെറ്റു മനസ്സിലായി. കാടിലെ ഏറ്റവും മുതിർന്നവർ ആമതാത അദ്ദേഹം പറഞ്ഞു: ആദരം വലിപ്പത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. യാകാഷ് അത് മനസ്സിൽ സൂക്ഷിച്ചു. ഒരു ദിവസം കാട്ടിൽ വലിയ ഉത്സവം. വലിയ മൃഗങ്ങൾ മുന്നിൽ, ചെറിയ മൃഗങ്ങൾ പിന്നിൽ. യാകാഷ് മുന്നോട്ട് വന്ന് പറഞ്ഞു: ഇവിടെ വലിയവനും ചെറിയവനുമില്ല, എല്ലാവരും സമം. അവൻ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി. ഒരു ചെറിയ ചീറ്റ നദിക്കരയിൽ വെള്ളം ചോരുന്നത് ആദ്യം കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി: ചെറിയ ജീവികളും വളരെ പ്രധാനമാണ്. ആ രാത്രി കനത്ത മഴ പല മൃഗങ്ങളും ഭയപ്പെട്ടു. യാകാഷ് എല്ലാവരെയും ആദരിച്ച് ജോലികൾ നൽകി. എലികൾ സുരക്ഷിത വഴികൾ കണ്ടെത്തി. പക്ഷികൾ മുകളിൽ നിന്ന് അറിയിപ്പ് നൽകി. ആനകൾ വീണ മരങ്ങൾ മാറ്റി മഴ നിന്നു. കാട് സുരക്ഷിതമായി. എല്ലാവരും പറഞ്ഞു: യാകാഷ് നമ്മളെ രക്ഷിച്ചു. യാകാഷ് പറഞ്ഞു: ആദരമാണ് നമ്മളെ ഒന്നിപ്പിച്ചത്. മുൻപ് മറ്റുള്ളവരെ അപമാനിച്ചവർ ക്ഷമ ചോദിച്ചു. യാകാഷ് പറഞ്ഞു: ക്ഷമ ചോദിക്കുന്നതും ആദരമാണ്. കാട്ടിൽ ഒരു ചെറിയ സ്കൂൾ. ആദ്യ പാഠം: എല്ലാവരെയും ആദരിക്കണം. കാട്ടിൽ ഒരു പുതിയ ശീലം: ദിവസവും ഒരു ജീവിയെങ്കിലും ആദരിക്കുക. ചന്ദ്രപ്രകാശത്തിൽ യാകാഷ് ശാന്തമായി നിന്നു. അവൻ ചിന്തിച്ചു: ആദരം ഉള്ളിടത്ത് ഭയമില്ല. യാകാഷ് കുഞ്ഞു മൃഗങ്ങൾക്ക് കരുണ പഠിപ്പിക്കുന്നു. അപമാനം സൗഹൃദം തകർക്കുന്ന കഥ. യാകാഷ് എല്ലാവരെയും വീണ്ടും ഒന്നിപ്പിക്കുന്നു. കാട്ടിൽ പാട്ടും ചിരിയും. യാകാഷ് വലുതായിരുന്നു, എന്നാൽ അവൻ്റെ ആദരം അതിലും വലുതായിരുന്നു. മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്: എല്ലാവരെയും ആദരിക്കുക, ചെറുതോ വലുതോ എന്നില്ല. ആദരമാണ് യഥാർത്ഥ ശക്തി.